അത് തങ്ങൾ വേണ്ടല്ലോ. മൊയ്നാലി തങ്ങൾക്ക് എന്നല്ല, ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ. വന്നാൽ ചിലപ്പോൾ ഇതിൽ പ്രതികരിക്കേണ്ടി വരും. തങ്ങൾ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു, മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആരും അതില്ല, അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല. ആരും തകർക്കണില്ലല്ലോ. അത് മന്ത്രി പറഞ്ഞത് തന്നെ അത് മന്ത്രിനോടല്ലേ ചോദിക്കേണ്ടത്, അത് എന്നോട് ചോദിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് ആരും തകർക്കണം എന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസമില്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല, ആർക്കും പറ്റും എന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസമില്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല, ആർക്കും പറ്റും. അത് വിഭാഗീയ പ്രവർത്തനമല്ല, അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണത്. എല്ലാവരും സമസ്തയിൽ ആവേശഭരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നുന്നത് വിഭാഗീയതാണ്. അങ്ങനെ ആരും അതില്ല, അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല. ആരും തകർക്കണില്ലല്ലോ. അത് മന്ത്രി പറഞ്ഞത് തന്നെ അത് മന്ത്രിനോടല്ലേ ചോദിക്കേണ്ടത്, അത് എന്നോട് ചോദിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് ആരും തകർക്കണം എന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസമില്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല, ആർക്കും പറ്റും. അത് വിഭാഗീയ പ്രവർത്തനമല്ല, അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണത്. എല്ലാവരും സമസ്തയിൽ ആവേശഭരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നുന്നത് വിഭാഗീയതാണ്. സോഷ്യൽ മീഡിയ എന്നുള്ളത് അത് നമ്മൾ വിട്ടാളുക, അതിന് നിയന്ത്രണമില്ലല്ലോ. അത് ആർക്കും എന്തും പറയാം, അത് വലിയ സംഭവമൊന്നുമല്ല. കുറെ ആളുകളെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഒരു ആരോപണം വന്നിരുന്നല്ലോ. ഈ സമസ്തന്റെ സ്ഥാപനം തന്നെയാണ് പാലക്കാട്. അല്ല, അതിപ്പോൾ അവരോട് ചോദിക്കേണ്ടല്ലേ എന്ത് മാറ്റിയിരുത്തിയൊക്കെ. ഞാനിപ്പോൾ എന്തെങ്കിലും മറുപടി പറയാം? അതിനൊരു കമ്മിറ്റിയും കാര്യമൊക്കെ അത് കമ്മിറ്റി ജാമിയാൻ്റെ കമ്മിറ്റിക്കാരോട് ചോദിക്കുക, എന്തെങ്കിലും മാറ്റി നിർത്തി അല്ലെങ്കിൽ ആരും എല്ലാവരും ഇന്ത്യ പങ്കെടുപ്പിക്കാൻ. അതിന് കാരണങ്ങളുണ്ടെങ്കിൽ അവർ ഉണ്ടെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ അതങ്ങനെ എന്തോ സംഭവിച്ചു പോയതാവാം. ഈ പ്രോഗ്രാമൊക്കെ തയ്യാറാക്കുന്നത് സമസ്തല്ല ഔദ്യോഗിക സമ്മേളനങ്ങളിൽ മാത്രമേ പ്രോഗ്രാം തയ്യാറാക്കുള്ളൂ.